സ്ഥലത്തെ പ്രധാന കള്ളന്മാരാണ് ഇടിവാസുവും കേടിപ്പരമവും. രണ്ടുപേരും ചേർന്ന് അടുത്തൊരു മോഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എടാ നിന്റെ കയ്യിലുണ്ടല്ലോ, പിന്നെ നിനക്കും കൂടെ നിന്റെ മടിയിലിരിപ്പില്ല അലമ്പ് കാണിക്കില്ല കാര്യം ഞാൻ പറഞ്ഞത്. പൊക്കോറ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ വലിച്ച് അതിലെ കൂടി കയറി ഇതിലെ കൂടി കയറി എനിക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കയറ്റി വിട്ടിട്ട് അവസാനം 35 രൂപയുടെ കണക്കും പറഞ്ഞ എൻ്റെ അടുത്ത് വരില്ലേ കേട്ടോ. 35 രൂപയുടെ കണക്കും എടാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവം ചെയ്തുമ്പോഴല്ലേ നീ കയറി എടുക്കണം. അതിന്റെ പകുതി നിൽക്കാനല്ലേ, ഷെയർ ആണെങ്കിൽ ഷെയർ ആയിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് കയറണം. അല്ലാതെ എന്നോട് 35 രൂപയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ വലിയ ആൾ കളിക്കുന്ന എന്തിനാ? ഇടിക്കും ഞാൻ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്റെ ഉണ്ട്. ഒരു കാര്യം ചെയ്ത് നീ നിന്റെ വഴി. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഒരു സ്ഥലത്ത് കയറിയിട്ട് ആ 35 രൂപ കൊടുത്തു തരാം. ദൈവത്തിനാണ് എൻ്റെ 5 പൈസ ഇല്ല, അതുകൊണ്ടാ പറഞ്ഞാൽ തരികയല്ല. അതായി എത്ര ദിവസം ആകപ്പാട് 2 ദിവസം. ഈ ഒരാഴ്ച പോയിട്ട് കിട്ടിയത് 2 ദിവസം പോയി ഒരു വീട്ടിൽ കയറി. 2 ദിവസം ശ്രമിച്ചിട്ടാണ് വീട്ടിൽ കയറിയത്. ഇന്ന് വൈകുന്നേരം കിട്ടുമ്പോൾ തരുമോ? ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിച്ച് കറക്റ്റായിട്ട് തരാമെന്ന്. അങ്ങനെ വേറൊരു കാര്യം ചെയ്യും. എനിക്ക് പൈസ കിട്ടിയില്ലുണ്ടല്ലോ, ഈ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മര്യാദയ്ക്ക് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ 35 രൂപ എന്ന് പറഞ്ഞാൽ എത്ര സംഭവത്തിൽ ഉൾക്കൊള്ളിക്കാമെന്നറിയോ? ഒരു കാര്യം ചെയ്യും, ഷെയർ ഒരു കാര്യം, നീ നിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി, നമുക്ക് മാറി മാറി കേൾക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം, ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ പോവാം, സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മരിച്ചാലും നമ്മൾ നമ്മുടെ വില കളയരുത്. എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ പോയി നമ്മുടെ വില കളയുന്നത്? അതാദ്യം മനസ്സിലാവും. അത് ശരിയാ, ഞാൻ ഈ അന്തസ് പോണ പരിപാടിക്ക് എന്നാ പിന്നെ ഈ പണിക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ഒരുത്ത മണ്ണല്ലേ. അല്ല ഇന്ന് വീട്ടിൽ കയറണ്ട, ഇന്ന് അവനെ വെച്ചിട്ട് നമുക്ക് മോനെ എടുക്കാം. മിക്കവാറും ഇച്ചിരി പൈസയൊക്കെ ഉള്ളൊരു സെറ്റപ്പാന്ന് തോന്നുന്നു. ഒരു കാര്യം ഏറെ പിടിച്ചേ, അത് സെറ്റപ്പാ. അതെ, ഞാൻ മുമ്പ് കിടക്കണം, നീ മുമ്പ് കിടക്കണം. അല്ല നീ അല്ല തടിയ, നീ മുഖം തടിയല്ലോ. സമയം നിങ്ങളുടെ വാച്ചുണ്ടല്ലോ, പിന്നെ എന്നോട് സമയം ചോദിക്കണ എന്തിനാ? അയ്യോ അത് വാച്ചല്ല, അത് ക്ലോക്ക് അല്ല, കേടായിരിക്കാ. സമയം കറക്റ്റ് 8:30. 8:30 കറക്റ്റ് ചെയ്തു. 8:30 ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? സമയം ചോദിച്ച ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, അതിലെന്ത് ബുദ്ധിമുട്ട്? അതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടില്ല. ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് കുഴപ്പമില്ല. കറക്റ്റ് 8:30 അത് രണ്ടങ്ങോട്ടും ഒരു ഒരെണ്ണം കൂടെ 8:30 കറക്റ്റ് 8:30 ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. എന്നറിയ വാച്ച് കറക്റ്റ് ഇല്ല. അതെ അതെ അതിന്റെ അല്ല നോക്കിയാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വ്യത്യാസം. ഇപ്പൊ 8:32 കേട്ടോ, അതല്ലേ പറഞ്ഞ മാറുന്നത്. ഒരു 2 മാറില്ല. ഈ വാച്ച് ശരിയാക്കേ. ഇനിയിപ്പോ 2 ഇവിടെ കൊണ്ട് വാച്ച് അങ്ങോട്ട് ശരിയാക്കും. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കില്ല. ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് വിചാരിക്കില്ല. എന്താന്ന് വെച്ചാൽ ശരിയാക്കാനല്ലേ. ബുദ്ധിമുട്ടില്ലാത്ത ഏതാണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു മുഖത്ത്. എടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അല്ല എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയുണ്ടോ? ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചേട്ടനാ ചോദിച്ച മറ്റേ. ഈ അടുത്ത ഏരിയ വീട് വല്ലതും ഉണ്ടോ? വീടുകൾ വല്ലതും ഉണ്ടോ ഈ അടുത്ത ഏരിയയിൽ? എടോ ഇത് വിജനമായ സ്ഥലമാണ്. ഇവിടെ ഒരു കുഞ്ഞു പോലുമില്ല, ഒരു വീടും ഇല്ല, ഒന്നുമില്ല. ഇവിടെ വീടില്ല, ഒന്നുമില്ല. പരിസരത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്നും. നമ്മൾ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ഒറ്റ മനുഷ്യന് ഈ പരിസരത്തില്ല. അതെ, ഇപ്പൊ ചേട്ടന് എന്നൊക്കെ കേൾപ്പിക്കുവാന്നില്ല, എന്നൊക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഓടി എടോ എന്തോ ഒച്ച എടുത്താലും ഇവിടെ ഓടി വരാൻ ഒരാളും ഇല്ലെന്ന്. മനുഷ്യരേ ഇല്ല, മനുഷ്യരില്ല ഇവിടെ ഇല്ല. ഈ പോലീസ് സ്റ്റേഷൻ ഈ പരിസരത്ത് ഇവിടെ എവിടെ? പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയ പോലീസ് സ്റ്റേഷൻ. നേരെ പോയാ 3 കിലോമീറ്റർ വേണം. അത്രേ ഉള്ളൂ. അപ്പൊ വിളിച്ചാൽ കേൾക്കാല. നമ്മളിപ്പോ ഇവിടെ എന്ത് നടന്നാലും ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരു കുഞ്ഞു പോലും അറിയില്ല, ഒരാളും അറിയില്ല. ആരും അറിയില്ല. ഇപ്പൊ ആരും അറിയല്ല. എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരും അറിയില്ലെന്നേ. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. എന്നാ ഉണ്ട് കയ്യിലൊക്കെ? എന്തേലും ഒന്നുമില്ലാന്ന്. ചേട്ടാ ഞാൻ ആരാന്നറിയോ? ഞാനാണ് കേടിപ്പരമു. ആരാന്ന് മനസ്സിലായോ? ഇടിവാസു. അത് ശരി. അപ്പൊ നീയാണ് ഇടിവാസു, നീയാണ് കേടിപ്പരമു അല്ലടാ? നിന്നെയൊക്കെ തപ്പി നടക്കുവായിരുന്നടാ ഞാൻ.
നീയൊക്കെ അല്ലടാ ഇവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ച് മോട്ടിച്ച് നടക്കണം. അവൻ ആരാ? നീയാണടാ കേടി വരും. ഞാനാരാടാ ഇടി വാസു? ഞാനാരാണെന്ന് അറിയാമോടാ? അത് പറയാനല്ലേ പറഞ്ഞ. ഞാനാണ് SI തങ്കപ്പൻ. കേടി പരമു ഇടി വാസു നിന്നൊക്കെ ഞാനുണ്ടല്ലോ. സാറേ സത്യം പറയാലോ, ഇടി വാസു എന്ന് പറഞ്ഞാൽ ഇടി എന്റെ ഇൻഷിലാ. ഇടി ഇൻഷിലാ നിന്റെയോടാ? എന്റെ ഇൻഷിലാ കേടി പരമു. അത് ശരി, നിന്റെ ഇൻഷിലാണ് കേടി പരമു. നിന്റെ ഇൻഷിലാണ് ഇടി വാസു അല്ലേ? അല്ലേ? അതെ. മേലാൽ ഈ പരിസരത്തിനാണ്ടെന്നെ കണ്ടുപോകരുത്. വിട്ടുപോടാ. നീ പോയി അങ്ങോട്ട് നടക്ക് പോ. അവിടെ നിന്നേ. ഞാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? SI തങ്കപ്പെണ്ണല്ലേ? എടാ ഈടിയും കേടിയൊക്കെ നിന്റെ ഒക്കെ ഇൻഷലാണെങ്കിലേ എടാ SI എന്നുള്ളത് എന്റെ ഇൻഷലാടാ. ഇൻഷല് നമ്മളെ പറ്റിച്ചല്ലോ. ആര്? അവൻ നമ്മളെ അല്ല പറ്റിച്ചേ, നമ്മൾ അവനെയാ പറ്റിച്ചേ. പാച്ചേന്റെ സമയം ശരിയാക്കാൻ പറ്റി അവൻ കാരണം. ബാബു പതിയെ സൂക്ഷിച്ചു, കാരണം പട്ടിയുള്ള വീടായിരിക്കും. ആരെങ്കിലും കാന്തട കേറണം, ശരിക്കും പിടിച്ചു കൈവിട്ട് പോരുത്. അങ്ങനെ പതിക്കെ സൂക്ഷിക്കണം. എന്റെ ദൈവമേ, എന്നാ വീടായത്? ചാടിയാലോ? ചാടിക്കോ. അയ്യോ കേട്ടോ. എടാ ഈ രാത്രി മോഷം ഭയങ്കര പാടല്ലേ? അതെന്താ? എടാ പകലാണ് ഈ കണ്ണി കണ്ടൊക്കെ മോട്ടിക്കാൻ പാടില്ല. പക്ഷെ അമേരിക്കയിലായിരുന്നു സുഖമായിരുന്നു. അതന്നെ. എടി ഇവിടെ രാത്രി ആവുമ്പോ അവിടെ പകലല്ലേ? പകലായാലും രാത്രി ആയാലും ശരി, നീ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊള്ളണം. വാ, കാർ പുറച്ച് അങ്ങോട്ട് കയറിക്കോടാ. അധിക കാലൊക്കെ കയറണേ. നിന്നേക്കരുത്, അബദ്ധം കാണിക്കരുത്. എടാ ഈ മതിലൊക്കെ ചാടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതന്നെ. എടാ ഇവിടുത്തെ ആളോട് ഒരു 5000 രൂപ കടം ചോദിച്ചാ പോരെ? അയാൾ തരത്തില്ലേ? എടാ അതപ്പം നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? നമ്മളങ്ങ് മുങ്ങണം. എന്താ എന്നൊരു കാര്യം ഇപ്പം നമുക്കൊന്ന് ചോദിച്ചാലോ? എടാ ഇപ്പൊ ചെന്നുണർത്തിയ പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കകത്ത് കയറി അങ്ങോട്ട് മോഷിക്കാം. അതാ അന്തസ്. അത് മതി. വാ, വേറെ ഒന്നും പറയണ്ട, മിണ്ടാതെ വന്നേ. ഒറ്റയെടുക്കല്ലേ? ആദ്യം ഇതും കൂടെ മോഷിച്ചാലോ? വെച്ചേക്കാം. നടന്നേ. പ്രിയയോ? അതാരാ? അതാരാ? അതല്ല, ഞാൻ പ്രിയതമ്മയെന്ന് വിളിച്ചതാ, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ. അയ്യോ, ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. കവിതാക്കളാണെന്നാ തോന്നുന്നത്. അനാവശ്യം പറയില്ല അവരെ കുറിച്ച്. അവർ രാത്രി ആഘോഷിക്കുകയാണെങ്കിൽ ഇന്ന് അവരുടെ അവസാന രാത്രി നമുക്ക് ആഘോഷിപ്പിക്കാം. എന്റെ പ്രിയേ, എനിക്ക് നിന്നെ എത്ര കണ്ടാലും മതി വരില്ല. നിന്റെ ഈ മനോഹരമായ കണ്ണു, ഈ ചുണ്ടും. ചുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ ഈ പല്ല് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സത്യം? അപ്പൊ 4 വർഷം മുന്നേ എന്നെ കാണായിരുന്നു. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞാനേ? ഇതില് മനോഹരമായിരുന്നോ? പിന്നെ ഇതിപ്പോ എല്ലാം പോയില്ലേ? ഇത് സെറ്റ് വല്ല് വാങ്ങിച്ചപ്പോ എന്നാ ഭംഗിയായിരുന്നു. അതെ ശരി, സെറ്റ് പല്ലാണല്ലേ. അതൊക്കെ പോട്ടെ. നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു താജ് മലബാർ പണിയും. താജ് മലബാറോ? അത് ഹോട്ടലിന്റെ പേരല്ലേ? അത് ഹോട്ടലായിരുന്നു. പോ കള്ള. അവര് നമ്മളെ കണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അതെങ്ങനെയാ നിനക്ക് മനസ്സിലായി? പിന്നെ കള്ളാന്ന് വിളിച്ചു കേട്ടില്ല. എടാ നമ്മളെ അല്ല കള്ളാന്ന് വിളിച്ചേ. കള്ളാന്ന് വിളിച്ച അവരെങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കള്ളാന്ന് വിളിക്കുവോ? നമ്മളെ കള്ളന്മാരെ നല്ല വിളിക്കുന്നു. ഗ്രാമർ അറിയാൻ മേലത്തെ ദമ്പതികളാണ് എന്തി.
ഗ്രാമറോ? ഗ്രാമർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാൻ പാടില്ലാത്ത ദമ്പതികളാണ് എന്ത് ചെയ്യുമെന്ന്. അർത്ഥമാണേലും ഗ്രാമറാണേലും ഗ്രൂമറാണേലും എന്നാ ചെയ്യുന്നത്? ലൈറ്റ് ഇട്ട് ലൈറ്റിട്ട കാണത്തില്ലടാ. എടേ കാണാൻ വേണ്ടിയിട്ടല്ലേ ലൈറ്റ് ഇടാൻ പറഞ്ഞേ? നീ എന്നാ പറയണത്? ചേട്ടനെ കാണാൻ കൽഹോന ഹോയിലെ ഷാറുഖ് ഖാനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നത്. അതാരത്? അയ്യോ അറിയത്തില്ലേ ഷാറുഖ് ഖാൻ? സിനിമ സിനിമ നടൻ. അങ്ങനെയാണെങ്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഐശ്വര്യ റായെ പോലെ തന്നെ ഇരിക്കുന്നേ. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? 3 വയസ്സുള്ളപ്പോഴല്ലോ എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ ഐശ്വര്യ റായെ പോലാണെന്ന്. ലൈറ്റ് ഇട്ടാലേ ഉള്ളൂ ഐശ്വര്യ റായി ആണോ അതോ കരിങ്കരം ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നീ തോക്കെടുക്ക, തോക്കെടുക്കടാ. എടാ വേണ്ടാത്ത എടുത്തുകൊണ്ട് തോക്ക് വയ്ക്കാൻ കൊള്ളാം. എവിടെങ്കിലും വെക്കണ്ടേ? ഒരു കാര്യം ചെയ്യുന്നു, 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കും തോക്കും ചൂണ്ട് കൊണ്ട് എടുത്തൊരു ചാട്ടം കൊടുക്കണം ബെഡ്റൂമിലേക്ക്. അറിയോ? ഓക്കെ. റെഡി? 1 2 3. രണ്ടിന്റെ തലക്കെട്ട് പിടി വെക്കും. എവിടാടി താക്കോൽ? താക്കോലെ ഇപ്പൊ ആരേല്? എവിടുന്നാ താക്കോൽ എടുത്തേ? എന്തിനാണ്? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തുതരാം. എടുത്തല്ലേ? താക്കോൽ കൊണ്ട് കംപ്ലീറ്റ് സാധനം അടിച്ചു മാറ്റി. ഉപരി രണ്ടുപേരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അടിച്ചുവിടാ പറ. രണ്ടിനും പേര് വെച്ച് കൊന്നി കാര്യങ്ങൾ ഒഴിക്കണേ. കംപ്ലീറ്റ് സാധനം അടിച്ചു. കംപ്ലീറ്റ് അടിച്ചു മാറ്റി. ഇനി നമ്മളോട് സഹകരിച്ച ഈ നവദമ്പതികൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുത്താൽ ഒരു കളർ ചെയ്യും. ശരി എന്നാ ഓക്കെ. എന്റെ പൊന്നു കള്ളന്മാരെ, നിങ്ങൾ ഈ വീട്ടിലെ സ്വർണ്ണോ അതെ എന്റെ ഈ കിടക്കുന്ന വളയോ മാലയോ ഈ വീട് മൊത്തം എടുത്തോണ്ട് വെക്കും. പക്ഷെ ഈ ചൈന ഒന്ന് വേഗം അഴിച്ചു വിടുവോ? ഇച്ചാനെ അടിച്ചു വിട്ടെങ്കിൽ വേണം പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് അയ്യോ എന്റെ പൊന്നു കള്ള, സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. എന്നെ കെട്ടിട്ടോ സാരമില്ല, എന്നാലും എന്റെ ഇച്ചാനെ വേഗം ഒന്ന് അഴിച്ചു മാത്രം ഒന്ന് അഴിച്ചു വിട്ടേ. ഇവനെ മാത്രം അടിച്ചു വിട്ടാൽ മതി, അവളെ അടിച്ചു വിടണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവോ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് വന്ന് എന്നെ തല്ലിക്കൊല്ലും, അറിയാവോ? മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഒരുപാട് താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഈ താരനിരയിലെ ഏറ്റവും പുതിയ താരമാണ് ശ്രീ കലാഭവൻ ഷാജോൺ. ഷാജോൺ ചേട്ടൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഷാജോൺ ചേട്ടന് ഈ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള ഒരു രംഗപ്രവേശം? മിമിക്രിയിലേക്ക് ഞാൻ വന്നത് ദേവി, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആർട്സ് സബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കേണ്ട ഒരു അവസരം വന്നു. ഈശ്വര. അപ്പോൾ ചെയ്ത പല ക്രൂരകൃത്യങ്ങളൊന്നായിരുന്നു മിമിക്രി എന്ന് പറയുന്നത്. പാട്ട് പാടി ഡാൻസ് ചെയ്തു. അതിൽ കൂടുതൽ ചെയ്തതാണ് മിമിക്രി. അന്ന് മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാൽ മോഹൻലാലാകും, ഇങ്ങനെ വെച്ചാൽ മമ്മൂട്ടിയാകും, അങ്ങനെ ഒരു സമയമായിരുന്നു. അങ്ങനെ മിമിക്രി ചെയ്താണ് പിന്നെ അത് നമ്മുടെ ഒരു ജീവിത മാർഗമായി മാറിയത്. അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണം എന്ന് കരുതി ചെയ്തതല്ല. പക്ഷെ അത് ചെയ്തു, പിന്നെ ദൈവം നിശ്ചയം പോലെ നമ്മൾ ആ മിമിക്രി ആർട്ടിസ്റ്റായി ഇങ്ങനെ ഈ രീതിയിലേക്ക്. ഇപ്പം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് സൂപ്പർ സ്റ്റാർ വരെ ഇപ്പോൾ നമ്മളുടെ മിമിക്രിയിലൂടെ വന്നതാണ്. താങ്കളുടെ രംഗപ്രവേശം എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? സിനിമയിലേക്ക് രംഗപ്രവേശനം എന്ന് പറഞ്ഞാൽ ഞാൻ കലാഭവനിലായിരുന്നു, ഒരു 4-5 വർഷക്കാലം കലാഭവനിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടാതെ വളരെ നാച്ചുറലായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ഏത് സിനിമ? കരടിയായിട്ടായിരുന്നു.
ചിരിക്കേണ്ട സത്യം പറയാണ്. മൈ ഡിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. കലാപം മണിച്ചേട്ടനായിരുന്നു നായകൻ, സന്ധ്യമോഹൻ സാറാണ് ഡയറക്ടർ. അപ്പോൾ മണിച്ചേട്ടന് തിരക്കായി ഭയങ്കര മണിച്ചേട്ടൻ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കര തിരക്കായിട്ട് ഓടി നടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കരടിയുടെ കുപ്പായത്തിനുള്ളിൽ നിന്ന് അഭിനയിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പും ആ ഒരു ബോഡിയൊക്കെ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ കോട്ടയം നസറാണ് പറഞ്ഞ കലാഭവൻ ഷാജോൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മണിയുടെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മണിച്ചേട്ടൻ അറിഞ്ഞു, മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു അവനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ ഒരു 10-30 ദിവസം കരടിയായിട്ട് അഭിനയിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പറഞ്ഞ എൻ്റെ പൊന്നുദേവി കരഞ്ഞു പോകുമായിരുന്നു. കാര്യം ഇത്രയ്ക്ക് കട്ടിയുള്ള തുണിയായിരുന്നു ഈ കരടിയുടെ ഈ സംഭവം തോലായിട്ട്. പിന്നെ ഭയങ്കര ഒരു മാസ്കുമായിട്ട് കണ്ണും കാണില്ല, ചെറിയൊരു ഫോൺ മാത്രമേ ഉള്ളൂ. അത് ഇട്ടുകൊണ്ട് അഭിനയിച്ച് പാട്ട് പാടി സ്റ്റണ്ടോ ചെയ്ത് ഭയങ്കരമായിട്ട്. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊരു 10 വർഷമൊക്കെ മദ്രാസിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് സിനിമയിൽ വരുന്നൊരു അനുഭവമായിരുന്നു ഒരു ഒറ്റ സിനിമ കൊണ്ടുണ്ടായത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് പക്ഷെ പുറം ലോകം അങ്ങനെയല്ലല്ലോ. പക്ഷെ ഷാജോൺ ഇതല്ലോ മണിച്ചേട്ടൻ ചെയ്തു എന്നൊരു ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാലോ. കാര്യം ഇത് ഞാനല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ള, ഞാനല്ല എന്നുള്ള ജനങ്ങൾക്ക്, ഞാനാണ് ചെയ്തെന്ന് ജനങ്ങൾക്ക് അറിയില്ല. മണിച്ചേട്ടനാന്നുള്ള ഇതിലെ ജനം കാണത്തുള്ളൂ. പക്ഷെ അതിൽ വേറൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ ഉദയകൃഷ്ണ CBK തോമസ്, അവിടെ മുതൽ അവരുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു. പിന്നെ അവിടെ മുതലുള്ള എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത് വന്ന റൺവേ വരെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ ചിത്രം ഇപ്പം ചെയ്ത് കഴിഞ്ഞ രസികനാണ് ക്രിസ്മസിന് റിലീസ് ചെയ്യുമ്പോൾ. ഇനിയും തുടർന്ന് ഈ ഫീൽഡിൽ തുടർന്നുകൊണ്ട് പോകാനാണോ? തീർച്ചയായിട്ടും. മരിക്കുന്നത് വരെ ദൈവം അനുഗ്രഹിച്ചാൽ ഈ മിമിക്രിയും സിനിമയും ജനം അറിയുന്ന, ജനം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായി ജീവിക്കണം. ജനങ്ങളെ കഷ്ടപ്പെടുത്താനാണോ? കഷ്ടപ്പെടുത്താറൊന്നുമില്ല കേട്ടോ. സാധാരണഗതിയിൽ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റിനും തൻ്റെതായ ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവും. ചിലർക്ക് പാട്ടും, ചിലർക്ക് ഡാൻസും, ചിലർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും. താങ്കളുടെ വ്യത്യസ്തത എന്താണ്? ഞാൻ മിമിക്രിയിൽ ഞാനും പുതിയ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കൂടുതലും ഈ സിനിമാ താരങ്ങളെ വെച്ചുള്ള സംഭവങ്ങളാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അന്തിക്കടപ്പുറം എന്നൊരു പാട്ട്, അതൊരു 10 നടന്മാരുടെ രീതിയിൽ പാടുന്നത്. അത് ഞാനാണ് മിമിക്രിയിലുള്ളത്. പലരും ചെയ്തു, ഞാനാണ് കൊണ്ടുവന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ട്. ഒരുപാട് പേർക്കൊന്നും അറിയില്ലെങ്കിലും അത് ഉണ്ടായിക്കൊണ്ട് വന്ന ഒരാളെന്നുള്ളൊരു അഭിമാനമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെ, സിനിമാ നടന്മാരുടെ പാട്ട് കേട്ട് മടുക്കാറായപ്പോഴ് രാഷ്ട്രീയക്കാരെ കൊണ്ട് പഠിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ലജ്ജാവതി എന്നുള്ളൊരു പാട്ടുണ്ട്, ജാസിഫിന്റെ ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നു. അത് രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്ന് പഠിപ്പിച്ചു. ഞാൻ ചെയ്തോട്ടെ, കുറച്ച് ഒന്ന് ചെയ്യുന്നു. അപ്പൊ രാഷ്ട്രീയക്കാര് പാടുകയാണ്. തുടങ്ങുന്നത് നമ്മുടെ അച്യുതാനന്ദ സാറാണ്. വച്ചോന വച്ചു വച്ചു വച്ച് ഡപ്പ് 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 കുട്ടി മത്തങ്ങ മുത്തങ്ങ മാറാട് കോറാട് അന്തോണി മുക്കിയടോ കേരളം കുളവാക്കി മൊത്തത്തിൽ കുളവാക്കി. Every time I want to see my leader. ഓ എൻ്റെ ജാസി ഗിഫ്റ്റ്. കരുണാകരനെ താൻ കള്ളക്കളി കളിച്ചു, കരുണാകരനെ താൻ കള്ളക്കളി കളിച്ചു. സീറ്റ് വാങ്ങി മകളെ മന്ത്രിയാക്കാൻ നോക്കി. KTDC KPCC മക്കളുടെ പേരിലുമാക്കി. പ്രായമിത്ര കൂടിയിട്ടും പാഴവെപ്പ് നിർത്തൂലേ, കേരള നാട്ടിലെ പാർട്ടിക്കാരെ പോലെ ഗ്രൂപ്പുകളാക്കിയ ലീഡർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാട്ട് ഈ രാഷ്ട്രീയക്കാരൻ 4 പേരോട് ചേർന്നിട്ട് പറഞ്ഞു. ഇതിന് വിമർശനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിമർശനം ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടി കിട്ടിയിട്ടുണ്ടോ? അടിയൊന്നും കിട്ടിയിട്ടില്ല. അതിന് മാത്രം നമ്മൾ നിന്ന് കൊടുത്തില്ല. അതിന് മുമ്പ് സ്റ്റേജിലായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് മുമ്പ് നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങി ഓടി. വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ ഇപ്പോഴത്തെ പുതിയ സംഭവം അന്താക്ഷരി എന്ന് പറയുന്ന സംഭവം. അത് ഈ മലയാള സിനിമയിലെ താരങ്ങളെ വെച്ച് തന്നെയാണ്. അതായത് ഒരു പാട്ട് ഇങ്ങനെ ഒരു 2 ലൈൻ പാടി വന്നിട്ട് അതിന്റെ അവസാനത്തെ അക്ഷരം വെച്ച് വേറൊരു നടൻ പാടുക. അങ്ങനെ ഒരു 10-30 നടന്മാർ നിന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഒരു തുടക്കം അത് തുടങ്ങും നമ്മുടെ MS തൃപ്പൂണിത്തുറ. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂച്ചി കവളിലോ അല്ലിമലർമിഴിയിലോ ഞാനറിഞ്ഞു. ഏനറിയില്ല ഏഴുമലക്കാട്ടിലെ വലം കുറവാ. എടോ വലം കുറവാന്ന്. ഓ എന്റെ കർത്താവ്, മലം കുറവാന്നോ? അങ്ങനെയാണെങ്കിൽ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഇത് മേടിച്ചോണ്ട് പാടൂ. വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. ഇനി ഞാനൊരു പാട്ട് പാടാം. ഓഹോ ബാലസേശ്വരി ബാപ്പു തരൂ മറക്കാൻ നിനക്കിനി മടിയാണെങ്കിൽ ബാപ്പു തരൂ, എൻ്റെ അമ്മേ ബാപ്പു തരൂ. ഇങ്ങനെ ഒരു 10-30 പാടുന്നതാണ് അന്താക്ഷരി. വളരെ നന്നായിട്ടുണ്ട്.